ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ. എല്ലാവരും രാധാദേവിക്ക് പിറന്നാൾ ആശംസകൾ നൽകിയോ? ഞാൻ നൽകിയിട്ടുണ്ട് കേട്ടോ. രാധാദേവി അവിടത്തേക്ക് 1000 പിറന്നാൾ ആശംസകളെന്ന് ഞാൻ ഇന്ന് രാവിലെ കൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങളൊക്കെ പറഞ്ഞോ? പറയാത്തവരുതാ അപ്പം തന്നെ പോയി പറഞ്ഞോളൂ. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കും അതുപോലെ നമുക്ക് അറിയുന്നവർക്കൊക്കെ നമ്മൾ വിഷ് ചെയ്യാറില്ലേ? അങ്ങനെയുള്ള നമ്മുടെ പ്രാണപ്രിയയായ രാധാറാണീനെ വിഷ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ അത് മോശമല്ലേ? അപ്പം നിങ്ങളെല്ലാവരും രാധാറാണിക്ക് പിറന്നാൾ ആശംസകൾ നൽകണം. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി? രാധാറാണിയുടെ പിറന്നാളായിട്ട് ഇന്ന് നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാ? എനിക്കുള്ള പ്രത്യേകിച്ചുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്തായാലും രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചില്ല. സ്വസ്തിക ചേച്ചിയില്ലേ, നമ്മുടെ സ്വസ്തിക പാർവതി ചേച്ചി, ആ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ. എന്താണെന്ന് വെച്ചാൽ 1 മണിക്ക് ശേഷം കഴിക്കുന്നവർക്ക് കഴിക്കാം, അരിയാഹാരമൊക്കെ കഴിക്കുന്നവർക്ക് കഴിക്കാം, ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ഫാസ്റ്റിംഗ് എടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അരിയാഹാരം 1 മണിക്ക് ശേഷം കഴിക്കാമെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എനിക്ക് പോകേണ്ട തിരക്ക് മൂലം എനിക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു ഞാൻ. എനിക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ഞാനൊരു പാട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രീയ സംഗീതം, കർണാടക സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള നേരം വൈകിപ്പോയി. അവിടെ ഞങ്ങളുടെ വീട് പൂവൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പൂവൊക്കെ ഇട്ട് കുളിച്ച് വരുമ്പോഴേക്ക് നേരം വൈകിപ്പോയി. അപ്പോൾ വേഗം ഞാൻ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിക്കാണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ പിട്ടായിരുന്നു, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം സ്വസ്തിക ചേച്ചി പറഞ്ഞ പോലെ 1 മണിക്ക് ശേഷം കഴിക്കാമെന്ന് വിചാരിക്കുന്നു അരിയാഹാരം. അപ്പം അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? എടുത്തവരുണ്ടോ? ഇനിയിപ്പോൾ ഇതൊന്നും അറിയാത്തവരാണ് അല്ലെങ്കിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭഗവതിൻ്റെ ആ രാധാദേവിയുടെ മന്ത്രം ജപിച്ചാൽ മാത്രം മതി. നമ്മുടെ കണ്ണൻ്റെ മന്ത്രം ജപിച്ചില്ലെങ്കിലും രാധാദേവിയുടെ മന്ത്രം ജപിച്ചാൽ കണ്ണൻ്റെ മന്ത്രം ജപിക്കുന്നതിന് 1000 ഇരട്ടി 10000 ഇരട്ടി കണ്ണന് സന്തോഷമാവും. അത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? രാധയും കണ്ണനും ഒന്നാണ്. രാധയുടെ പ്രാണനാഥനാണ് കണ്ണൻ, കണ്ണൻ്റെ പ്രാണനാഥനാണ് രാധ. അപ്പോൾ ഇതിൽ ഒരാളുടെ പേര് ഉച്ചരിച്ചാൽ അത് 2 പേരുടെയും പേര് ഉച്ചരിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുക. പക്ഷേ കൂടുതലും പറയുക കൃഷ്ണന് രാധയുടെ പേര് കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഈ വ്രതവും കാര്യങ്ങളൊന്നും എടുക്കാത്ത ആൾക്കാർ രാധാദേവിയുടെ ആ മന്ത്രം ജപിക്കുക. എന്താ മന്ത്രം എന്നല്ലേ? ഒന്നുമില്ല, രാധ രാധ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ മനസ്സിൽ ഉരുവിട്ടോണ്ടിരിക്കുക. നമ്മൾ ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെ ഉരുവിടാറില്ലേ ഈ മാലയിലൊക്കെ ജപിച്ചിട്ട്? അതുമാതിരി രാധാദേവിയുടെ ഈ മന്ത്രം രാധേ രാധ 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 രാധേ കൃഷ്ണ ഇങ്ങനെ ഉരുവിട്ടോളൂ. അതിനേക്കാളും വലിയത് വേറൊന്നുമില്ലല്ലോ. മന്ത്രജപമാണ് ഈ ഒരു യുഗത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ രാധാദേവിയുടെ ആ മന്ത്രം ജപിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്, രാധാദേവിയുടെ പിറന്നാൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഇന്ന് രാധാദേവിയുടെ പിറന്നാളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ രാധാദേവിയുടെ ഒരു പാട്ടുമായിട്ട് വരാം. അങ്ങനെ ഒരു ചെറിയൊരു കൊച്ചു പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, സുഹൃതം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ചെറിയൊരു പാട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് ഞാൻ പാടിത്തരാം. അപ്പം നിങ്ങൾ കൂടെ ലയിച്ച് കേട്ടോളൂ കേട്ടോ. രാധികാ മനോഹര മദന ഗോപാല ദീനവത്സലാ ഹേ വേണുഗോപാല ഭക്തജന മന്ദാര വേണുഗോപാല മുരളീധരാ ഹേ ഗാനവിലോല രാസനടന മധ്യസ്ഥാ വേണുഗോപാല ഭക്തവത്സലാ ഹേ നന്ദകിശോര ഗോപീജന മന്ദാര വേണുഗോപാല മുരളീധരാ ഹേ സുന്ദരരൂപ. ഇത് ശരിക്കും ഞാൻ ഇപ്പോഴാണ് നിങ്ങൾക്ക് പാടി തരുമ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പോൾ രാധികാ മനോഹര എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു രാധാദേവി ഉണ്ടാവും ഈ പാട്ടിൽ മുഴുവനായിട്ടെന്ന്.
പക്ഷെ ഇതിൽ രാധിക എന്ന് വെച്ചിരിക്കുന്നത് ആദ്യത്തെ വരിയിൽ മാത്രമാണ് അല്ലേ. പക്ഷെ എന്താ, രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല, കൃഷ്ണനില്ലെങ്കിൽ രാധയും ഇല്ല. അപ്പം എന്താ, ഈ കൃഷ്ണനെയാണ് ഇപ്പം ഈ പാട്ടിൽ, കണ്ണനെയാണ്, നമ്മുടെ കണ്ണനെയാണ് ഈ പാട്ടിൽ വർണ്ണിച്ചിരിക്കുന്നത്. അത് രാധാദേവിയെ വർണ്ണിച്ചതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ, രാധികാ മനോഹര അല്ലേ, രാധികൻ്റെ മനോഹരൻ, രാധയുടെ മനോഹരനാണ് കണ്ണൻ. അപ്പോൾ ആ പാട്ട് തന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമായോ? നല്ലൊരു പാട്ടല്ലേ, ചെറിയൊരു പാട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പാട്ടാണ്. അപ്പോൾ നമ്മളെ ഭഗവതിക്ക്, നമ്മുടെ രാധാദേവിക്ക് ഇന്ന് ഈ പാട്ട് പാടി സമർപ്പിക്കണ്ടേ? എങ്ങനെയാ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് ഭഗവതിൻ്റെ പാട്ട് പാടി സമർപ്പിക്കാണ്ടിരിക്കുക? അപ്പോൾ എന്താ, പിന്നെ നമ്മുടെ ഇവിടെയൊന്നും കേരളത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, രാധാഷ്ടമി ആഘോഷങ്ങൾ. എന്നാലിപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ, 1-2 സ്ഥലങ്ങളിലൊക്കെ ഇതിപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ. ഈ രാധാഷ്ടമി ഉണ്ട്, കൃഷ്ണാഷ്ടമി പോലെ തന്നെ രാധാഷ്ടമി ഉണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നോർത്തിലൊക്കെയാണ് രാധാഷ്ടമി ആഘോഷിക്കുന്നത്, പ്രത്യേകിച്ച് വൃന്ദാവനത്തിലൊക്കെ. അവിടെയൊക്കെയുള്ള ആഘോഷം ഇന്നത്തെ എന്തായിരിക്കും നമുക്ക് മനസ്സിൽ കൂടെ കാണാൻ പറ്റില്ല, അത്രയ്ക്കും വലിയ ആഘോഷമായിരിക്കും അവിടെ നമ്മൾ ചെന്നാൽ തന്നെ, ഞാൻ പോയിട്ടില്ല പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ ചെന്നാൽ തന്നെ നമ്മളോട് പറയുക രാധേ രാധേന്ന. അങ്ങനെയുള്ള ആ ജനങ്ങളുടെ, രാധാദേവിയുടെ പിറന്നാൾ ദിവസം എന്തായിരിക്കും അവിടുത്തെ ആഘോഷം എന്ന് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടേക്കായിരുന്നു ആഘോഷം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം കേരളത്തിൽ കുറേ പേർക്ക് അറിഞ്ഞു തുടങ്ങിയതുകൊണ്ട് തന്നെ എന്താ, 1-2 സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ഓരോ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, രാധാഷ്ടമി ദിവസം ആഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കൃഷ്ണാഷ്ടമി പോലെ തന്നെ നമ്മുടെ രാധാഷ്ടമിയും ഇനി എല്ലാവരും അറിഞ്ഞു തുടങ്ങി, ആഘോഷങ്ങൾ വരട്ടെ കേരളത്തിലും അല്ലേ. പിന്നെ എനിക്ക് രാധാദേവിനെ കുറിച്ച് വർണ്ണിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഒന്നറിയാം, രാധയില്ലെങ്കിൽ കൃഷ്ണനും, കൃഷ്ണനില്ലെങ്കിൽ രാധയില്ലാന്ന്. അത്രയും എന്താ, ഒരാത്മാവാണ് ഇരുവരും, 2 ശരീരം എന്നേ ഉള്ളൂ, ഒരാത്മാവാണല്ലേ. അപ്പോൾ എന്താ രാധാദേവിനെ കുറിച്ച് പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇപ്പോൾ പലർക്കും അറിയായിരിക്കും, രാധാദേവിനെ കുറിച്ച് മുൻപൊന്നും അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രാധാദേവിനെ എങ്ങനെ വർണ്ണിക്കണം എന്നറിയില്ല. എന്തായാലും ഈ ദിവസം നിങ്ങളുടെ മുന്നിൽ ഭഗവതിൻ്റെ, രാധാദേവിയുടെ ഒരു പാട്ട് പാടിത്തരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വ്രതം എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മന്ത്രജപമെങ്കിലും മുടക്കാതെ ഈ ദിവസമെങ്കിലും എന്താ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ. രാധാദേവി കേൾക്കും, രാധയിലൂടെ മാത്രമേ കൃഷ്ണനിലേക്ക് എത്താൻ കഴിയൂ എന്നല്ലേ. ഇപ്പം എന്താ, രാധാദേവിയെ പ്രാർത്ഥിക്കുക, അത് ഭഗവാന് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നമ്മുടെ ഭഗവാന്റെ, എല്ലാവർക്കും രാധാദേവിയെ പ്രീതിപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കണ്ണൻ്റെ കാൽപാദത്തിൽ അലിഞ്ഞു ചേരാൻ ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ, രാധാദേവിയുടെ കൃപ ഉണ്ടാവട്ടെ. അപ്പോൾ ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, രാധേ കൃഷ്ണ, രാധേ ശ്യാം.